ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ICC അണ്ടർ-19 ലോകകപ്പിൽ ഇന്ത്യ കുതിപ്പ് തുടരുമ്പോഴും മലയാളി ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിൽ ഒരു നീറ്റലുണ്ട്. ഏഷ്യ കപ്പിലടക്കം ഇന്ത്യയുടെ ബാറ്റിംഗ് നട്ടെല്ലായിരുന്ന വമ്പൻ പ്രതീക്ഷകളോടെ ലോകകപ്പിന് പോയ മലയാളി താരം ആരോൺ ജോർജ് എവിടെ? അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനുമെതിരായ ആദ്യ 2 മത്സരങ്ങളിലും ആരോൺ പ്ലേയിങ് 11-ൽ ഉണ്ടായിരുന്നില്ല. ആയുഷ് മാത്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യുവനിര 2 മത്സരങ്ങളും ജയിച്ച് സൂപ്പർ 6-ലേക്ക് കടന്നെങ്കിലും ആരോണിന്റെ അസാന്നിധ്യം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നത്. ഇവൻ ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സഞ്ജു സാംസൺ ആണോ എന്ന ചോദ്യമാണ് ആരാധകർ ഉയർത്തുന്നത്. കഴിവുണ്ടായിട്ടും അവസരം കിട്ടാതെ പുറത്തിരിക്കേണ്ടി വരുന്ന സഞ്ജുവിന്റെ അവസ്ഥ ആരോണിനും വന്നെത്തിയോ എന്ന ആശങ്കയിലാണ് അവർ. എന്നാൽ ആരോൺ ജോർജിനെ ഒഴിവാക്കിയത് മതപരമായോ പ്രാദേശികമായോ ഉള്ള വിവേചനം കൊണ്ടല്ലെന്നും അതിന് പിന്നിൽ കൃത്യമായ കായികപരമായ കാരണമുണ്ടെന്നും ടീം മാനേജ്മെന്റ് വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നു. സോഷ്യൽ മീഡിയയിലെ ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വിരാമമിടുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ആരോൺ ജോർജിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയത് ടെന്നീസ് എൽബോ എന്ന പരിക്കിനെ തുടർന്നാണ്. കൈമുട്ടിന്റെ ഭാഗത്തെ പേശികൾക്കുണ്ടാകുന്ന വേദനയാണിത്. ബാറ്റ് ചെയ്യുമ്പോൾ കൈ മടക്കാനും നിവർത്താനും കടുത്ത വേദന അനുഭവപ്പെടും. ലോകകപ്പ് പോലെ വലിയൊരു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് വഷളായാൽ അത് ആരോണിന്റെ ടൂർണമെന്റ് തന്നെ അവസാനിപ്പിക്കാൻ കാരണമായേക്കാം. അതുകൊണ്ടാണ് താരത്തിന് വിശ്രമം അനുവദിച്ചത്. അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനുമെതിരെ ആരോൺ ഇല്ലാതെ തന്നെ ജയിക്കാൻ കഴിയുമെന്ന് ഇന്ത്യക്ക് ഉറപ്പുണ്ടായിരുന്നു. അതിനാൽ റിസ്ക് എടുക്കേണ്ടതില്ലെന്ന് മാനേജ്മെന്റ് തീരുമാനിക്കുകയായിരുന്നു. ആദ്യ 2 ജയങ്ങളോടെ ഇന്ത്യ സൂപ്പർ 6-ലേക്ക് യോഗ്യത നേടിക്കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലാൻഡിനെതിരായ മത്സരം മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്ത ശനിയാഴ്ചയാണ് ഈ മത്സരം. ഒരാഴ്ചത്തെ നീണ്ട ഇടവേള ലഭിക്കുന്നതിനാൽ ന്യൂസിലാൻഡിനെതിരെ ആരോണിന് തിരിച്ചെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എന്നിരുന്നാലും ജനുവരി 25-ന് ആരംഭിക്കുന്ന സൂപ്പർ 6 റൗണ്ടിലാണ് ഇന്ത്യക്ക് ആരോണിനെ ഏറ്റവും ആവശ്യം. അതിനാൽ ന്യൂസിലാൻഡിനെതിരെയും വിശ്രമം നൽകി പരിക്ക് പൂർണ്ണമായും ഭേദമായ ശേഷം സൂപ്പർ 6-ൽ വജ്രായുധമായി ആരോണിനെ ഇറക്കാനും സാധ്യതയുണ്ട്. കോട്ടയം സ്വദേശിയായ ആരോൺ ജോർജ് ആഭ്യന്തര ക്രിക്കറ്റിൽ ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുന്നത്. സഞ്ജു സാംസണുമായി ഈ 18-കാരന് പല സാമ്യതകളുമുണ്ട്. വലംകയ്യൻ ബാറ്ററായ ആരോണിന്റെ ശൈലി സഞ്ജുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. മികച്ച ടൈമിങ്ങും അനായാസമായ ഷോട്ടുകളുമാണ് ആരോണിന്റെ പ്രത്യേകത. രൂപസാദൃശ്യം കൂടി ഉള്ളതുകൊണ്ട് ജൂനിയർ സഞ്ജു എന്നാണ് ആരാധകർ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അക്കൗണ്ടിലുള്ള റെക്കോർഡുകൾ ആരോണിന്റെ പ്രതിഭ തെളിയിക്കുന്നതാണ്. ഇന്ത്യയിലെ പ്രധാന ജൂനിയർ ടൂർണമെന്റായ വിനു മാങ്കാത് ട്രോഫിയിൽ 38 വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദ് ചാമ്പ്യന്മാരായത് ആരോണിന്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. അണ്ടർ-19 തലത്തിലെ അവസാന 2 സീസണുകളിൽ മാത്രം 700-ലധികം റൺസാണ് ആരോൺ വാരിക്കൂട്ടിയത്. 2022-23 വിജയ് മർച്ചന്റ് ട്രോഫിയിൽ പുറത്താകാതെ നേടിയ 303 റൺസ് ഇദ്ദേഹത്തെ ദേശീയ ശ്രദ്ധയിലെത്തിച്ചു. ആരോൺ ജോർജ് തഴയപ്പെടുകയല്ല, മറിച്ച് സംരക്ഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ലോകകപ്പ് നേടാൻ ഇന്ത്യക്ക് ആരോണിന്റെ ബാറ്റിംഗ് കരുത്ത് അനിവാര്യമാണ്. പരിക്ക് ഭേദമായി മൈതാനത്തിറങ്ങുന്ന ആരോൺ സഞ്ജുവിനെ പോലെ കാത്തിരുന്നു നേടിയ അവസരങ്ങൾ സെഞ്ചറികളാക്കി മാറ്റുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.